അതൊക്കെ ചായ ചായ 70 ബിരിയാണി. യെസ്, അപ്പോൾ നമ്മളിന്ന് പോകുന്നത് മൂന്നാറുള്ള പറക്കാട്ട് നേച്ചർ റിസോർട്ടിലേക്കാണ്. ഒരുപാട് നാളായിട്ട് നമ്മളവിടെ പോകണമെന്ന് കരുതുന്നുണ്ട്, പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ യെസ്, നമ്മളിന്ന് അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമായി എത്തിയപ്പോഴത്തേനും. പിന്നെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ കിയുടെ കാര്യത്തിലായിരുന്നു. അവൾ ഫസ്റ്റ് ട്രാവലിംഗ് ആണ് ഡെലിവറിക്ക് ശേഷം. ഒരു 6 മന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ തന്നു, അത് കുടിച്ച് നമുക്ക് റൂം കാണിച്ചു തന്നു. അങ്ങനെ റൂമിലെത്തി. റൂം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. റൂമിൽ നിന്ന് തന്നെ നോക്കിയാൽ നമുക്ക് തേയിലത്തോട്ടം കാണുന്ന ഒരു വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് റൂമൊക്കെ ഇഷ്ടപ്പെട്ടു. ഗെയിം ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവൾക്ക് ഇനി ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്ന ടെൻഷൻ ഉണ്ടായിരുന്നു. അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ ഹാപ്പി ആയപ്പോൾ പിന്നെ നമ്മുടെ ടെൻഷൻ മാറി, നമ്മൾ ഭയങ്കര ഹാപ്പിയായി. റൂമിൽ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ, ചെറിയ ഫ്രിഡ്ജോ കാര്യങ്ങളോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു റൂം തന്നെയായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ അത് കഴിഞ്ഞ് ബാൽക്കണിയിൽ പോയിട്ട് വ്യൂ ഒക്കെ അങ്ങനെ ആസ്വദിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾ എനിക്ക് കാപ്പിയൊക്കെ ഇട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എന്തായാലും കെട്ടിയവൻ്റെ കൈ കൊണ്ടൊരു കാപ്പി കുടിക്കാൻ പറ്റി കേട്ടോ. വീട്ടിലാണെങ്കിൽ അങ്ങനെ കാപ്പി ഒന്നും ഇട്ട് തരാറില്ല. അപ്പോൾ ഇതെന്തോ നല്ല ബുദ്ധി തോന്നിയിട്ടാണെന്ന് തോന്നുന്നു, എനിക്ക് കാപ്പിയൊക്കെ ഇട്ട് തന്നു കേട്ടോ. നല്ല കാപ്പിയായിരുന്നു കേട്ടോ, കുറ്റം പറയത്തില്ല, നല്ല കാപ്പിയായിരുന്നു. അപ്പോൾ അങ്ങനെ ആളും കാപ്പിയൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷേ അതോടൊപ്പം നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരു 2:30 കഴിഞ്ഞു ഞങ്ങൾ എത്തിയപ്പോൾ. അപ്പോൾ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. ഇത് റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ചായ നോക്ക്, ചായ 70 ബിരിയാണി ആക്കട്ടെ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡ് കുറച്ച് എക്സ്പെൻസീവ് ആണ്, കാരണം ഇതൊരു 5 സ്റ്റാർ റിസോർട്ടാണ്. അപ്പോൾ നമുക്ക് പൊതുവേ അറിയാം 5 സ്റ്റാർ റെസ്റ്റോറൻറ്റുകൾ റിസോർട്ടൊക്കെ ആകുമ്പോഴത്തേനും ചാർജ് പൊതുവേ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ പോകുന്നത്, അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ലൈഫിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നതും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ചെട്ടിനാട് ബിരിയാണി ആയിരുന്നു, ആൾക്ക് മട്ടൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ചെട്ടിനാട് എന്തോ എനിക്ക് അത്ര കൂടി ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ ഒരു കപ്പ് ഓഫ് ടീ ആയിട്ട് തോന്നിയില്ല. ആളുടെ മട്ടൻ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഫോട്ടോ പോയിന്റിലേക്കാണ് പോയത്. കുറച്ച് വെയിലുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിങ് ആയതുകൊണ്ട്, ഒരു 3:30 ആ ഒരു ടൈമിംഗ് ഒക്കെ ആയതുകൊണ്ട് ചെറിയ വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ പോയ സമയത്ത് വലിയ തണുപ്പുള്ള ക്ലൈമറ്റ് അല്ലായിരുന്നു. അപ്പോൾ നമ്മളവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. ഓരോ പോയിന്റിൽ നിന്നും ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ നേരെ ട്രക്കിങ്ങിലാണ് പോയത്. ജീപ്പ് വന്നിരുന്നു. അപ്പോൾ ട്രക്കിങ്ങിൽ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ട്രക്കിങ്. ഒന്നും വലിയ ട്രക്കിംഗ് ഒന്നും അല്ല, കാരണം റിസോർട്ടിൻ്റെ താഴേക്കുള്ള റോഡ് തന്നെയാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ട്രക്കിങ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ കുലുങ്ങി പോകാനായിട്ട്. അങ്ങനെ നമ്മൾ റിസോർട്ടിൽ താഴെ ട്രക്കിങ് ചെയ്ത് അവിടെ എത്തി. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒരു ബ്രിഡ്ജിലേക്കാണ് പോകുന്നത്. സ്വിങ് ആവട്ടോ നമ്മൾ കയറി കഴിയുമ്പോൾ. ആദ്യം ഞാൻ കയറിയ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെ സ്വിങ് ആവും എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ കയറി കഴിഞ്ഞപ്പോഴാണ് പണി പാളിയെന്ന് മനസ്സിലായത്. കാരണം നമ്മൾ കയറി കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു കമ്പിയാണ് സെൻറ്ററിൽ വരുന്നത്. പിന്നെ ജസ്റ്റ് പിടിക്കാനും ഉണ്ടായിരുന്നു 2 സൈഡിൽ. പക്ഷേ കയറിയപ്പോൾ ഞാൻ നല്ലവണ്ണം പേടിച്ചു. പക്ഷേ ഒരു പകുതി എത്തിയപ്പോൾ തന്നെ ആ പേടിയൊക്കെ മാറി കേട്ടോ. നമ്മുടെ മനസ്സാണ് ഏറ്റവും വലിയ ധൈര്യം എന്നല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെ അതും എക്സ്പീരിയൻസ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു സൈക്ലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് ഒട്ടും ഒരു മനസ്സിനൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല ചെയ്യാനായിട്ട്. കാരണം ഇനി അത്രയും ഹൈറ്റ് പേടിയുള്ള ആളാണ് ഞാൻ. സൈക്ലിംഗ് ആകുമ്പോഴത്തേക്കും ജസ്റ്റ് നമുക്ക് പിടിക്കാനുണ്ട്, വീഴില്ല എന്നുള്ളൊരു ഉറപ്പൊന്നും. ഒരു സൈക്ലിംഗ് എനിക്ക് നല്ല പേടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. ഹസ്ബൻഡ് ചെയ്തു കേട്ടോ സൈക്ലിങ്. യെസ്, അപ്പം നമ്മൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു. രാത്രി ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് DJ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ കുറേ നേരം DJ ഒക്കെ ആസ്വദിച്ച് നിന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങി. നെക്സ്റ്റ് മോർണിംഗ് ആയി, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി. വളരെ റോയലായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഉപ്പുമാവ് ഉണ്ടായിരുന്നു, പിടി ഉണ്ടായിരുന്നു, പിന്നെ നെക്സ്റ്റ് ഉണ്ടായിരുന്നത് കപ്പ നമുക്ക് നാടൻ രീതിയിൽ ഉടച്ച കപ്പ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഹണി ചില്ലി പൊട്ടറ്റോ ഫ്രൈ എന്ന് പറയുന്ന ഒരു ഐറ്റം ആയിരുന്നു, അത് ഞാൻ എടുത്തില്ലായിരുന്നു. പിന്നെ ഇഡ്ഡലി ഉണ്ടായിരുന്നു, ഇഡ്ഡലിക്ക് സാമ്പാർ, പിന്നെ അതോടൊപ്പം ചെറിയ കുട്ടി വടാസ് ഉണ്ടായിരുന്നു, പൂരി, ബാജി. പിന്നെ ഏറ്റവും അതിലെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു. ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല അത്. അപ്പോൾ അതിനിപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും അങ്ങനെ പഴങ്കഞ്ഞിയാണ് കേട്ടോ കാണുന്നത്. പിന്നെ മാഗി, പിന്നെ ഒരു വെജ് കറി ഉണ്ടായിരുന്നു, പിന്നെ ബോയിൽഡ് വെജീസ് ഉണ്ടായിരുന്നു, പിന്നെ കളത്തപ്പം, അതിന് ചിക്കൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ചട്നി വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഡ്രൈ ആയിട്ടുള്ള ചട്നീസും ലിക്വിഡ് ആയിട്ടുള്ള ഒരുപാട് ചട്നി വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊന്നും കൂടാതെ
നമുക്ക് ഡെസേർട്ട് ഐറ്റംസ് അതായത് കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ സാലഡ്സ് ഉണ്ടായിരുന്നു, സാൻഡ്വിച്ച്, ബ്രെഡ് ഐറ്റംസ്, ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനെ ഒരുപാട് ഈ കാണുന്ന കൗണ്ടറിൽ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ലൈവ് കൗണ്ടർ ഉണ്ടായിരുന്നു. എനിക്കത് ഇതിൽ കാണിക്കാൻ പറ്റിയില്ല. ലൈവ് കൗണ്ടറിൽ നമുക്ക് ദോശ, മസാല ദോശ, സാധാ ദോശയൊക്കെ നമുക്ക് ലൈവായിട്ട് ഉണ്ടാക്കി തരും. ചായ കാര്യങ്ങളെല്ലാം അവിടെ തന്നെയായിരുന്നു, ലൈവ് കൗണ്ടറിലായിരുന്നു. അപ്പം ഭയങ്കര സൂപ്പർ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുപോലെ നല്ല സർവീസും ആയിരുന്നു അവർ. അപ്പം നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് ഏകദേശം നമുക്ക് ചെക്കൗട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു, ലൈഫിൽ അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു. അങ്ങനെ നമ്മൾ പറക്കാട്ടിനോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.